ഒന്നും ഉണ്ടാവില്ല. നിങ്ങളോട് ഞാനല്ലേ വാക്ക് പറഞ്ഞു, ഒന്നും ഉണ്ടാവില്ല. ഉമ്മാന്റെ മോന് എന്തായാലും ഏത് മാർഗം സ്വീകരിച്ചാലും നാട്ടിൽ തിരിച്ചെത്തും. അതിനുവേണ്ടി നാട്ടിലുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടില്ലേ? ഉമ്മാന്റെ പേര് എല്ലാവരും ഇല്ലേ? ഇതിലേക്ക് സങ്കടം രക്ഷപ്പെടും. ഈ മാസം കഴിയുന്നതിനുള്ളിൽ ആവശ്യമുള്ള ഫണ്ട് എന്റെ നോമ്പോട് കൂടിത്താ ഞാൻ പറയുന്ന അള്ളാനെ മുൻനിർത്തിട്ട് എല്ലാവരും ശ്രമിച്ചുകൊണ്ട് എന്റെ കുട്ടി വന്നിട്ട് കഴിച്ചിലാക്കി തരും. എല്ലാവരും പാടെ ഒരു നോട്ടം നോക്കി കണ്ണാണ് ഞാനാണ് വീട് അള്ളാഹു തന്നെ. നിങ്ങളൊക്കെ ശ്രമിക്കണോ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവർ, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോടമ്പുഴ എന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങളുടെയൊക്കെ അറിവിൽ എത്തിയ ഒരു വിഷയമാണ്. റഹീം എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ തൻ്റേതല്ലാത്ത കാരണത്താൽ ഒരു കയ്യബദ്ധം സംഭവിച്ച് 17 വർഷമായി സൗദി ജയിലിൽ കഴിയുകയാണ്. സൗദി ജയിലിൽ നിന്ന് ആ പ്രിയപ്പെട്ടവനെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ ഏകദേശം 34 കോടി രൂപയോളം നമ്മൾ അടിയന്തരമായി കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലൊരു വിപത്ത് വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഒരു കുടുംബത്തിലെ ഒരു രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഞാനടക്കമുള്ള ചാരിറ്റി പ്രവർത്തകർ ചാരിറ്റി വീഡിയോ ചെയ്ത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായി സഹായിക്കാനും അവർക്ക് വേണ്ടി സഹകരിക്കാനും പ്രാർത്ഥനയോടെ കൂടെ നിൽക്കാനും വലിയ രീതിയിൽ ഇടപെടൽ നടത്താൻ കൂടപ്പുറപ്പുകളാണ് പ്രവാസി സുഹൃത്തുക്കൾ. ആ പ്രവാസിയിൽ ഒരു കൂടപ്പുറപ്പിന് ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ആവശ്യമായ സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വമാണ്. അങ്ങനെ ഒരു പ്രവാസി കൂടപ്പുറപ്പാണ് ഇന്ന് സൗദി ജയിലിൽ 17 വർഷമായി കഴിയുന്നത്. ആ പ്രിയപ്പെട്ട കൂടപ്പുറപ്പിനെ ജയിൽ മോചിതനാക്കണമെങ്കിൽ ഏകദേശം 34 കോടി രൂപ നമ്മൾ അടിയന്തരമായി കണ്ടെത്തണം. ഈ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, മരിച്ചു പോയെങ്കിൽ അങ്ങനെയെങ്കിലും സമാധാനിക്കാമായിരുന്നു. അങ്ങനെയെങ്കിലും സമാധാനിക്കായിരുന്നു. ഇത് ജീവനോടെ പ്രവാസത്ത് കഴിയുന്ന എന്റെ മോനെ ഒന്ന് ഒരു നോക്ക് കാണണമെന്ന് പറഞ്ഞ് 17 വർഷമായി പൊട്ടിക്കരയുന്ന ഈ ഉമ്മയുടെ സങ്കട വാക്കുകൾ നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഈ പുണ്യ റമളാനിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഒന്ന് ചെയ്ത് ഈ ഉമ്മയുടെ പ്രിയപ്പെട്ട പൊന്നുപോലെ നിങ്ങൾ കൊണ്ടാൽ നിങ്ങൾക്ക് അതിനോട് കുറ്റോട് എനിക്ക് കുറ്റ ചാകാൻ കഴിയാതെ സകാല മനസ്സുള്ളാണ് തരാതെക്കട്ടെ. ഈ മാ കിട്ടണം ചില ജീവിത മക്കളെ ഞാൻ ജീവിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എല്ലാവരും പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യണം. ഈ ഉമ്മയുടെ അവസാന ആഗ്രഹമാണ്. 17 വർഷമായി പ്രാർത്ഥനയോടുകൂടി കരഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാണ് തന്റെ മകനെ ഒരു നോക്ക് എങ്കിലും കണ്ട് മാത്രമേ എന്റെ കണ്ണടയാൻ പാടുള്ളൂ എന്നുള്ള വലിയ പ്രാർത്ഥനയിലാണ് ഈ ഉമ്മ ഉള്ളത്. ഈ പുണ്യ റമളാനിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഈ പ്രിയപ്പെട്ട ഉമ്മയുടെ പൊന്നുമോനെ പ്രവാസ ജയിലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങളിൽ ഒരുവനാണ്. നിങ്ങളെല്ലാവരും ഈ ഉമ്മയുടെ ഈ ഒരു നൊമ്പരപ്പെക്കുന്ന വാക്കുകൾ, ഈ ഒരു പ്രയാസമേറിയ സങ്കടാവസ്ഥ നിങ്ങളെല്ലാവരും ഒന്ന് കാണാനും കേൾക്കാനുമുള്ളൊന്ന് മനസ്സ് കാണിക്കണേ. പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണേ. വേറെ മാർഗമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മുന്നിൽ 30 ദിവസം മാത്രമേ ഉള്ളൂ. ആ പ്രിയപ്പെട്ട കൂടപ്പുറപ്പിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ 30 ദിവസം കൊണ്ട് നമ്മൾ 34 കോടി രൂപ നമ്മൾ സമാഹരിക്കണം. ഏകദേശം 40 ലക്ഷം രൂപ മാത്രമേ ഇതുവരെ നിലവിൽ സമാഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് ഈ ഒരു സാഹചര്യം എത്തിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് ഈ ഒരു സങ്കടാവസ്ഥ എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു സങ്കടകരമായ ഒരു സാഹചര്യം ഏറ്റെടുക്കണം. പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യണം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഈ പുണ്യ റമളാനിൽ ഈ ഉമ്മയുടെ മോനെ നാട്ടിലെത്തിക്കാനുള്ള ഒരു സംവിധാനത്തോടു കൂടി നമുക്കൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് കൈകോർത്തുകൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് പറ്റാവുന്ന ഇടപെടലുകൾ നടത്തിക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചുകൊണ്ട് ഒരു പരിശ്രമം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചെയ്യാം. ഈ പരിശ്രമം അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഈ ഉമ്മയുടെ ഈ ഒരു സങ്കടപരമായ വാക്കുകൾ, ഈ ഒരു ഉമ്മയുടെ സങ്കടകരമായ ഒരു അവസ്ഥ, അതിനൊരു പരിഹാര ശ്രമം ഈ പുണ്യ റമളാനിൽ നമ്മളൊക്കെ ചേർന്നുകൊണ്ട് ചെയ്താൽ ആ ഒരു പരിശ്രമം പടച്ചോൻ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സഹായിക്കും, നിങ്ങളൊക്കെ സഹകരിക്കുന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ നാട്ടുകാരനായ അബ്ദുറഹീം, എൻ്റെ എന്നല്ല നിങ്ങളുടെയും, കാരണം ഓരോരുത്തരുടെയും കുടുംബം ഓരോരുത്തരുടെയും ആളുകളാണല്ലോ അബ്ദുറഹീം. കല്യാണം പോലും കഴിക്കാതെ കഷ്ടപ്പെട്ട ഈ കുടുംബത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി വിദേശത്ത് ഡ്രൈവർ ജോലിക്ക് പോയതാണ്. ഡ്രൈവർ ജോലിക്ക് പോയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒരു മാനസിക രോഗിയായ ഒരു കുട്ടിയെ
സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്നുള്ളത്. എന്തോ അറിയില്ല, ഒരു കയ്യബദ്ധത്താലെ ആ കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത്. ജയിലിലായി 18 വർഷത്തോളമായി. പിന്നെ പല പ്രാവശ്യം വധശിക്ഷക്ക് വിധിച്ചു. പക്ഷേ അപ്പീൽ മുഖാന്തരം ജഡ്ജിയുടെ അനുകമ്പ എന്ന് പറയാം. കാരണം എങ്ങനെങ്കിലും അവനെ രക്ഷിക്കണമെന്ന് ജഡ്ജിക്കും താല്പര്യമുണ്ട്. കാരണം ഇവർ ഒരു ദിയാധനമായിട്ടോ അല്ലെങ്കിൽ സ്വമനസ്സാലെയോ ആണല്ലോ സൗദിയിലെ നിയമം, അതാണല്ലോ. അപ്പം ആ രീതിയിൽ രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ അവർ 34 കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളും നമ്മളെയും എല്ലാവരുടെയും അബ്ദുറഹീം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നാട്ടുകാരനായ എന്ന നിലയിലേക്ക് അപേക്ഷിക്കുകയാണ്. 34 കോടി രൂപ വേണം. മാക്സിമം ഷെയർ ചെയ്തുകൊണ്ടും എല്ലാ സപ്പോർട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ടും ഈ ഫണ്ട് നമുക്ക് നേടിത്തരാൻ വേണ്ടി നമ്മളെപ്പരം കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കോടമ്പുര പ്രദേശം മൊത്തം വളരെ ഒരു വിഷമഘട്ടത്തിലുള്ളത്. നമ്മുടെ നാട്ടുകാരനും റഹീം, നിങ്ങളെല്ലാവരും അവനെ ഈ ഇതിന് രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാവരും നിങ്ങൾ സഹായിക്കണം. പ്രിയമുള്ളവരെ, 18 വർഷമായിട്ട് ആ ഉമ്മ ഈ വീട്ടിൽ നിന്ന് കരയുക, ഒരു മോനെ ആലോചിച്ചിട്ട്. 18 വർഷമായിട്ട് ആ മോന് ജയിലിലാണ്. ആ മകനെ ആലോചിക്കാത്ത ഒരു ദിവസം ആ ഉമ്മ ഇല്ല. എല്ലാവരും പെരുന്നാളും നോമ്പൊക്കെ കഴിക്കുമ്പോൾ ആ മോനെ ആലോചിച്ചിട്ട് ആ ഉമ്മ ഈ വരാന്തയിൽ ഇരുന്ന് കരയുന്ന ദിവസങ്ങളാണ് എന്നുണ്ടാകുന്നത്. ഉമ്മക്ക് അവസാനമായിട്ട് കാണേണ്ടത് ആഗ്രഹം ആ സഹോദരനെ, ആ ഒരു മകനെ ഒരു നോക്ക് കാണണം എന്നുള്ളതാണ്. വേറെ ഒന്നുമില്ല, എൻ്റെ മോനൊരു നോക്ക് കണ്ടാൽ മതി എന്നുള്ളത് മാത്രമാണ്. ഈ ലോക ജനതയോട് നമ്മൾ കേണപേക്ഷിക്കുകയാണ്, നിങ്ങളെല്ലാവരും റഹീമിന് വേണ്ടി ഒന്ന് കൈകോർക്കണം, ആ സഹോദരനെ ഈ നാട്ടിലോട്ട് എത്തിക്കണം എന്ന് മാത്രമാണ് ഇപ്പം പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ഞാൻ റഹീമിൻ്റെ സഹോദരനാണ് നസീർ. എല്ലാവർക്കും അറിയാം, കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് കൊടമ്പയിലാണ് റഹീമിൻ്റെ ജന്മനാട്. ഇപ്പം ഈ വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കൂടെ കൂടുതലൊന്നും പറയുന്നില്ല. അതിൻ്റെ ഒരു കയ്യബദ്ധത്തിൽ കുടുങ്ങിപ്പോയതാണ്. ഹൗസ് ഡ്രൈവറായിട്ട് ഇവിടുന്ന് പോയതാണ് 2006. 28ാമത്തെ ദിവസം അവന് ജയിലിൽ അകപ്പെടുകയാണ് ഉണ്ടായത്. കാരണം ഒരു ഭിന്നശേഷിക്കാരനായ ഒരു പയ്യനെ ശുശ്രൂഷിക്കുകയും അവനെ കൊണ്ടെടുക്കുകയും അവനക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന ജോലിയാണ് അവിടെ എത്തിയപ്പം അറിയാൻ സാധിച്ചത്. പോയത് ഡ്രൈവർ വിസക്കും. അവൻ്റെ പീഡനം കൊണ്ട് വളരെ പ്രയാസത്തിലായിരുന്നു എന്നാണ് അവന് എന്നെ വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞത്. ഇല്ല, അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കയ്യബദ്ധത്തിൽ സംഭവിച്ചു, കൂടുതൽ വിവരിക്കുന്നില്ല. അങ്ങനെ 18 വർഷത്തോളമായിട്ട് ഇപ്പോൾ ജയിലിലാണ്. 2 വിധി വന്നു, 6 വർഷവും 12 വർഷവും. പിന്നെ ഇപ്പോൾ 2021 3ാം ടൈമായിട്ട് തലവെട്ടാൻ വേണ്ടിയുള്ള വിധി, ഫൈനലായിട്ടുള്ള വിധിയാണ് വന്നത്. ഇനിയില്ല, ലാസ്റ്റ് ഫൈനലാണ്. അതിന് സ്റ്റേ ഇല്ല, ഒന്നുമില്ല. എപ്പോഴും എന്ത് സംഭവിക്കും എന്നുള്ള ഒരു സിറ്റുവേഷനിലാണുള്ളത്. ഇപ്പോൾ കോടതി 2 വക്കീൽമാരെയും ബന്ധപ്പെട്ട് അവർ പുറത്തുനിന്നൊരു മസലത്തുമാതിരി സംസാരിച്ചിട്ട് വരുന്ന ഒരു ടൈമാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു ടൈമിലാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ട 1.5 മില്യൺ റിയാല്, അതായത് ഇവിടുത്തെ 34 കോടിയോളം രൂപ അവർക്ക് കൊടുത്താൽ അവർ മാപ്പ് നൽകാമെന്ന് ഉള്ളൊരു ഇൻഫർമേഷൻ നമ്മളെ ഇന്ത്യൻ എംബസിക്ക് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ എംബസി നമ്മളെ കുടുംബത്തെ അറിയിക്കുകയും അവിടെയും ഇവിടെയുള്ള സർവകക്ഷി കമ്മിറ്റിക്ക് വിവരങ്ങൾ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയതും ഈ ഫണ്ടിനും വേണ്ടി ഇറങ്ങിയതും. ആ ഫണ്ട് പിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. ആ ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫണ്ട് ശേഖരിക്കണം. എല്ലാവർക്കും അറിയാം, നമ്മൾ സാധാരണ കുടുംബമാണ്. ഇപ്പോൾ നമ്മളെ കോടമ്പുഴയിലുള്ള എല്ലാവരും നമ്മോട് സഹകരിക്കുന്നുണ്ട്. അത് മാത്രം പോലെ നമ്മുടെ ലോക ജനത നമ്മൾ സഹായിച്ചാലേ ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് ശേഖരിക്കാൻ കഴിയുള്ളൂ, അവനെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. എല്ലാവരുടെ സഹകരണം വേണമെന്ന് ഞാൻ വിനയത്തോടെ എല്ലാവരോടും അപേക്ഷിക്കും. നമ്മുടെ സ്നേഹിതൻ റഹീം, നമ്മൾ ഒന്നിച്ചായിരുന്നു നാട്ടിൽ ഓട്ടോറിക്ഷയിലൊക്കെ നമ്മൾ ഒന്നിച്ചായിരുന്നു വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഹൗസ് ഡ്രൈവർ വിസ കിട്ടി ഗൾഫിലേക്ക് പോണത്. ഏകദേശം ഒരു 15-14 ദിവസത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ജയിലിലായ വിവരമാണ് അറിഞ്ഞത്. വല്ലാത്തൊരു പ്രയാസം തന്നെയാണ് അവനക്ക് അവിടെ ഉണ്ടായത്. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു കുട്ടീനെ നോക്കുന്ന ഒരു പണിയാണ് അവനക്ക് അവിടെ കിട്ടിയത്. ഇവിടുന്ന് ഒരു ഹൗസ് ഡ്രൈവർ വിസ അയച്ചിട്ടാണ് അവിടെ എത്തിയത്. അവിടെ എത്തിയപ്പോഴാണ് അവിടുത്തെ ജോലിൻ്റെ വിവരം അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത്. ഒരു സുഖമില്ലാത്ത കുട്ടീനെ നോക്കുന്ന കാര്യം, അത് അവന് വണ്ടിയായിട്ട് പോകുമ്പോൾ സിഗ്നലിൽ നിന്ന് അവനെ തുപ്പുക, അവനെ അടിക്കുക, വെള്ളത്തിൻ്റെ കുപ്പി കൊണ്ട് അവനെ എറിയുക, അങ്ങനത്തെ ഒക്കെ പ്രയാസങ്ങൾ അനുഭവിച്ച് അതിൻ്റെ ചെറിയൊരു കൈ കൊണ്ട് അങ്ങോട്ട് തള്ളിയതിൻ്റെ പേരിലാണ് ആ കുട്ടി അവിടെ സീറ്റിന്മേൽ തട്ടിയിട്ട് ഒരു വിവരം ഇല്ലാതായത്. കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്.
അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു പ്രയാസങ്ങളാണ് പിന്നെ റഹീം അവിടെ അനുഭവിച്ചത്. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് ലീവിന് വരുമ്പോൾ റഹീമിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ അപ്പനെ കാണുമ്പോൾ ഇപ്പനെ ചോദിക്കും എന്നാ നമ്മളെ മോൻ വരിക, എന്നാ മോൻ വരികയാണ്. അങ്ങനെ ആ ഉപ്പ മരിച്ചും ചെയ്തു. ഇപ്പോൾ ഉമ്മാൻ്റെ അവസ്ഥ വല്ലാത്തൊരു പ്രയാസമാണ്, കാണാൻ കഴിയുന്നില്ല. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് റഹീമിനെ എങ്ങനെങ്കിലും രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. നമ്മുടെ കോടമ്പുഴ പ്രദേശത്തെ അബ്ദുൽ റഹീം എന്ന ചെറുപ്പക്കാരൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് നമ്മുടെ മണകാരണ്യത്തിലേക്ക് ഒരു ജോലി ആവശ്യാർത്ഥം പോയതായിരുന്നു. അദ്ദേഹത്തിന് വന്ന ഈ ഗതികേട് ലോകത്തിൽ ഒരാൾക്കും വരാതിരിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ്റെ ദുർഗതിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും നാട്ടുകാരും ഒന്നടങ്കം വളരെ ദുഃഖത്തിലാണ്. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് മോചിപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുവരുവാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. ഈ പരിശ്രമത്തിൽ ലോകത്തിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി 34 കോടി രൂപയാണ് നമുക്ക് ആവശ്യമായി വന്നിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും അവരവരിൽ കഴിയുന്ന ഒരു സഹായം ഈ നമ്മുടെ ഈ കമ്മിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ സഹായിച്ചാൽ തീർച്ചയായും റഹീം തിരിച്ചു വരുമെന്നാണ് നാട്ടുകാരായ ഞങ്ങളൊക്കെ കരുതുന്നത്. അതിനുവേണ്ടിയുള്ള രാവും പകലുമുള്ള ഒഴിച്ചുള്ള ഒരു പ്രയത്നത്തിലാണ് നമ്മളുള്ളത്. എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തുകൊണ്ടും ഈ ഫണ്ടിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ അയച്ചുകൊണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ പരിശുദ്ധ റമദാനിൽ നിങ്ങൾ എല്ലാവരും സഹായിക്കണം, സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.